ഇതാണ് വാഷ് ടൈമർ. ഈ ലിൻഡ് ഫിൽറ്റർ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇവിടെ ലീക്ക് വരുന്നതുകൊണ്ടാണ് ഈ സ്പിന്നർ മോട്ടറിലോട്ട് വെള്ളം വീണിട്ട് സ്പിന്നർ മോട്ടർ ഡാമേജ് ആയി പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു വാഷിംഗ് മെഷീനുമായിട്ടാണ്. ഈ ഒരു വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും വാഷിംഗ് മെഷീൻ്റെ അകത്ത് കണ്ടുവരുന്ന കംപ്ലയിൻസുകളും അതിൽ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കംപ്ലയിൻസുകൾ ഏതൊക്കെയാണ്, ഒരു മെക്കാനിക്കിനെ വിളിക്കേണ്ട കംപ്ലയിൻസുകൾ ഏതൊക്കെയാണെന്നും അത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മുടെ ഇൻപുട്ട് സെക്ഷനാണ്. ഇൻപുട്ട് സെക്ഷനിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ അകത്തൊരു പ്ലഗ് ഉണ്ടാവും നമ്മുടെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു പ്ലഗ് ഉണ്ട്. ഈ പ്ലഗിൽ ഇപ്പോൾ 3 പിന്നാണ്, ഫേസ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, എർത്തും ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ ഇതിൽ 250 വോൾട്ട് AC ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലഗും നിങ്ങളുടെ സോക്കറ്റുമാണ് ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ എവിടെ നിന്നാണോ നിങ്ങൾ സപ്ലൈ എടുക്കുന്നത് ആ സപ്ലൈ സോക്കറ്റ് ചെക്ക് ചെയ്യുക. അതിൽ കറണ്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. ഇപ്പോൾ കറണ്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ പ്ലഗ് പോയിന്റിൽ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ 3 പിൻ ആയതുകൊണ്ട് 3 പിന്നുള്ള പ്ലഗ് സോക്കറ്റിൽ നിന്ന് നിങ്ങൾ എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ബോർഡ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. എക്സ്റ്റൻഷൻ ബോർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 3 പിൻ ഉള്ള എക്സ്റ്റൻഷൻ ബോർഡ് തന്നെ യൂസ് ചെയ്യുക. പ്രോപ്പർ എർത്തിങ്ങുള്ള എക്സ്റ്റൻഷൻ ബോർഡിനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പവർ ഓൺ ആ സെക്ഷനിലുള്ള കംപ്ലയിൻസ് ആണോ അല്ലേ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് വാഷർ പാർട്ടും സ്പിന്നർ പാർട്ടും സെപ്പറേറ്റ് ആണ്. പിന്നെ ഇതിൽ സ്പിന്നറിനൊരു ടൈമർ ഉണ്ടാവും, വാഷറിനൊരു ടൈമർ ഉണ്ടാവും, വെള്ളം ബ്ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് വാട്ടർ വാൽവ് കൺട്രോളർ ഉണ്ട്. പിന്നെ ഇതിൽ 3 വാഷ് പ്രോഗ്രാംസാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് വാഷിംഗ് പാർട്ട് നോക്കാം. വാഷിംഗ് പാർട്ടിൻ്റെ ഈ ഉള്ളിൽ കാണുന്നത് വാഷ് ഡ്രമ്മാണ്. വാഷ് ഡ്രമ്മിൻ്റെ താഴെ നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ പാർട്ടിനെ നമ്മൾ പൾസേറ്റർ എന്ന് വിളിക്കുക. ഇപ്പോൾ ഡിഫറെൻറ്റ് വാഷിംഗ് മെഷീൻസിൻ്റെ അകത്ത് ഈ പൾസേറ്ററിൻ്റെ മെക്കാനിസത്തിലും സ്ട്രക്ചറിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഓരോ കമ്പനി ഇറക്കുന്ന ഓരോ വാഷിംഗ് മെഷീനിലും ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പാർട്ടാണിത്. ഇതൊരു ഫിൽറ്ററാണ്, ലിൻഡ് ഫിൽറ്റർ എന്ന് വിളിക്കും. ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാഷ് ടബിൻ്റെ അകത്ത് ഈ ഒരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഊരിയിട്ട് ക്ലീനൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ പൾസേറ്ററും നമുക്ക് ഇവിടെ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ടൊരു സ്ക്രൂ ഉണ്ട്, അത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡിലുള്ള ഹോൾസിലൂടെ നിങ്ങൾക്ക് ഇതൊന്ന് പുള്ള ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൾസേറ്റർ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ നിറച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസും മഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഈ വാഷർ വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ പവർ സപ്ലൈ ഒന്നും കൊടുക്കാണ്ട് വാഷിംഗ് മെഷീൻ ഓൺ ആക്കാണ്ട് വെറുതെ ഈ ഒരു പൾസേറ്റർ ഫോർവേഡും ബാക്ക്വേർഡും ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫോർവേഡിലും ബാക്ക്വേർഡിലൊക്കെ ഫ്രീ മോഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് 2 സൈഡിലും വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെറിയ ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജാമിങ്ങോ ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് അതേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ജാമിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ താഴെയുള്ളൊരു ഗിയർ ബോക്സിൻ്റെ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതെങ്ങനെയാണ് ജാമിങ് പ്രോബ്ലം വരിക എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ബാക്ക് പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഈ വാഷിംഗ് പാർട്ടിൽ വരുന്ന മറ്റ് കംപ്ലയിൻറ്റുകൾ, ഈ വാഷർ ഒരു സൈഡിലോട്ട് മാത്രം കറങ്ങും, മറ്റേ സൈഡിലോട്ട് കറങ്ങില്ല. പിന്നെ മറ്റൊന്ന് നമ്മൾ തിരിച്ചു കൊടുത്താൽ മാത്രം കറങ്ങും. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ മാത്രം ഫോർവേഡും ബാക്ക്വേർഡും തിരിയും, അല്ലാണ്ട് കറങ്ങില്ല. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് എന്നുള്ളത് നമ്മുടെ ഈ വീഡിയോയുടെ ബാക്കി പാർട്ടിലൂടെ കാണുമ്പോൾ ഇതിൻ്റെ ബാക്ക് പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ടൈമറിൻ്റെ സെക്ഷൻ ഉണ്ട്. ഈ ടൈമറിൻ്റെ സെക്ഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ 2 സ്ക്രൂ ഉണ്ട്. അതും പിന്നെ നമ്മുടെ ബാക്ക് പാനൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക് പാനൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കാം. ഇപ്പോൾ ബാക്ക് പാനലിൽ കുറച്ച് സ്ക്രൂസ് ഉണ്ടാവും, അത് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ആ പാനൽ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്പിന്നർ മോട്ടർ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് സ്പിന്നർ മോട്ടർ. ഇപ്പോൾ വാഷിംഗ് മെഷീൻ നമ്മൾ ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഡ്രമ്മിൻ്റെ താഴെ ആയിരിക്കും, ആ ഡ്രമ്മിൻ്റെ താഴെയുള്ള ഷാഫ്റ്റിലോട്ടായിരിക്കും ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഷാഫ്റ്റ് കാണാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ ഷാഫ്റ്റിൽ നമ്മുടെ ഡ്രമ്മിൻ്റെ ഷാഫ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ വാഷിംഗ് മെഷീൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നമ്മുടെ വാഷിംഗ് പാർട്ടിൻ്റെ താഴെയായിട്ട് വാഷർ മോട്ടർ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷർ മോട്ടർ. അപ്പോൾ ഈ വാഷർ മോട്ടറിൻ്റെ മുകളിലായിട്ട് ഒരു ബെൽറ്റ് കാണാം. ഈ ബെൽറ്റ് നേരെ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ വാഷ് ഡ്രമ്മിൻ്റെ താഴെയുള്ള ഗിയർ ബോക്സിലോട്ടാണ്. ഇതാണ് ഇവിടുത്തെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ വാഷറിൻ്റെ പൾസേറ്റർ തിരിക്കുന്ന സമയത്ത് ആ പൾസേറ്ററിൽ ഒരു ജാം എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഗിയർ ബോക്സ് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ്. പിന്നെ വലിയ നോയ്സൊക്കെ വരികയാണെങ്കിൽ അതും ഈ ഗിയർ ബോക്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സൈഡിലോട്ട് തിരിയും, മറ്റേ സൈഡിലോട്ട് കംപ്ലീറ്റ് തിരിയാണ്ട് സ്റ്റെക്കായിട്ട് നിൽക്കും, പിന്നെ വീണ്ടും തിരിയും. അങ്ങനെ അത്തരം കേസിലും ഈ ഗിയർ ബോക്സ് മാറ്റിയിടണം.
അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വാഷ് മോട്ടർ ആയാലും സ്പിൻ മോട്ടർ ആയാലും അതൊരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പോൾ ഇതിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കപ്പാസിറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ കപ്പാസിറ്ററാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്നത് വാഷിംഗ് മെഷീൻ്റെ ഡ്രെയിനേജാണ്. അപ്പോൾ നമ്മുടെ വാഷറിൽ നിന്നുള്ള ഡ്രെയിനേജ് ഉണ്ടാവും, അതുപോലെ സ്പിന്നറിൽ നിന്നുള്ള ഡ്രെയിനേജ് കാണാം നമുക്ക്. ഇത് ഓവർഫ്ലോ ഡ്രെയിനേജ് ആണ്. ഇപ്പോൾ വെള്ളം ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ ഇതിലൂടെ ആയിരിക്കും പുറത്തേക്ക് പോവുക. ഈ ഓവർഫ്ലോ ഡ്രെയിനേജ് ഡയറക്റ്റ് നമ്മുടെ പുറത്തോട്ട് പോകുന്ന ഡ്രെയിൻ പൈപ്പിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്പിന്നറിൽ നിന്ന് വരുന്ന ഡ്രെയിനേജും ഡയറക്റ്റായിട്ട് നമ്മുടെ ഡ്രെയിൻ ഹോസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, പുറത്തോട്ട് പോകുന്ന ഡ്രെയിൻ ഹോസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വാഷറിൽ നിന്നുള്ള വെള്ളത്തെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് നിർത്തണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വാൽവ് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാർട്ടിലൊരു വാൽവ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവറോ കട്ടിംഗ് പ്ലെയർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു പാർട്ട് ഓപ്പൺ ചെയ്യണം. ഡയറക്റ്റ് കട്ടിംഗ് പ്ലെയർ പിടിച്ച് ഇതിൻ്റെ നോബിൽ പോയി തിരിക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് നോബിൽ പോയിട്ട് വേറെ എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്തിട്ട് തിരിക്കുക ചെയ്താൽ ഈ ഒരു പാർട്ട് പൊട്ടിപ്പോവും. പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റാണ്ടാവും. ഈ ഒരു പാർട്ടിൽ ഒരു വാൽവ് ഉണ്ട്. ഈ ഒരു വാൽവാണ് നമ്മുടെ വാഷിംഗ് ഡ്രമ്മിൽ വെള്ളം ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് വെള്ളം ലീക്കേജൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ്റെ അകത്ത് വാട്ടർ ലീക്കേജ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് ചെക്ക് ചെയ്യുക. ഇതൊരു റബ്ബർ സീലാണ്. ഈ റബ്ബർ സീൽ ആണ് ഇവിടെ വെള്ളം ബ്ലോക്ക് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിന് വല്ല എന്തെങ്കിലും ചെറിയ ടിയറൊക്കെ സംഭവിക്കുമ്പോഴാണ് വെള്ളം ലീക്കേജ് വരിക. അതേപോലെ തന്നെ ഈ ഒരു പാർട്ടിൽ ഈ ഒരു ഹോളിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക, വല്ല മെറ്റൽ പാർട്ടോ അതുപോലെ തന്നെ കോയിനും നമ്മുടെ ചെറിയ ചില്ലറ പൈസ ഒക്കെ ഇതിൽ കുടുങ്ങി നിൽക്കുമ്പോഴാണ് ഇവിടെ വെള്ളം ലീക്കായി പോകുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ടൈമർ സെക്ഷൻ നോക്കാം. ഇപ്പോൾ ടൈമറിൻ്റെ സെക്ഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ഈ ഒരു വാട്ടർ വാൽവ് റബ്ബർ സീൽ ലൂസാക്കി ഇടണം. എങ്കിൽ മാത്രമേ ഈ ഒരു സെക്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മുടെ ഈ 2 സ്ക്രൂ ഓപ്പൺ ചെയ്യണം. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള 2 സ്ക്രൂ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഈ ടൈമർ പാനലിൻ്റെ സൈഡിലായിട്ട് ഒന്ന് പുഷ് ചെയ്താൽ മതി, ഒരു ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ സ്ലൈഡ് ചെയ്തിട്ട് ഈ ഒരു ടൈമർ നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മുടെ വാഷ് ടൈമറും സ്പിൻ ടൈമറാണ് ഉള്ളത്. ബാക്കിയുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻലെറ്റ് ഹോസിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലൂടെ വെള്ളം വന്നിട്ട് നമ്മൾ അപ്പോൾ ഇവിടുത്തെ ആ ഒരു വാൽവ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഡ്രെയിനറിലോട്ടോ വാഷറിലോട്ടോ വെള്ളം പാസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ വാഷ് ടൈമർ. ഇപ്പോൾ വാഷ് ടൈമർ നോക്കിയാൽ കുറേ വയറുകൾ കാണാൻ കഴിയും. അത് നമ്മുടെ സപ്ലൈയിൽ നിന്നുള്ള വയറുണ്ടാവും. വാഷ് മോട്ടറിൻ്റെ ഓക്സിലറി വൈൻഡിങ്ങിൽ നിന്നും മെയിൻ വൈൻഡിങ്ങിൽ നിന്നുള്ള വയറുകളുണ്ട്. അതുപോലെ തന്നെ ബസറിലോട്ട് കണക്ട് ചെയ്ത വയറുകളും ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൽ കാണുന്ന ഈ വയറുകൾ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ബസർ, നമ്മുടെ അലാം. ഇപ്പോൾ വാഷിംഗ് മെഷീന് വാഷ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള അലാം തരുന്നത് ഈ ബസറാണ്. ടൈമർ സെക്ഷൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്പിൻ ടൈമർ കാണാൻ കഴിയും. ഇനി ഈ വാഷിംഗ് മെഷീൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് പലർക്കും ഇത് അറിയുന്നുണ്ടാവില്ല, ഇങ്ങനെയൊരു സംഭവം വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് ഡ്രയർ ഓണാക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ഡോർ സ്വിച്ച് പൊക്കുമ്പോൾ ആ മോട്ടർ ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നത് കാണാൻ സാധിക്കും. ടൈമർ ഓൺ ആണെങ്കിൽ പോലും ആ മോട്ടർ ഓഫ് ആവും. അത് ഈ ഒരു പാർട്ടിൻ്റെയും ഒരു ബ്രേക്കിങ്ങിൻ്റെയും സഹായത്തോടു കൂടിയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ സ്പിന്നറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ലിഡ് സ്വിച്ച്, ഇതിന് ലിഡ് സ്വിച്ച് എന്നാണ് പറയുക. ഈ ലിഡ് സ്വിച്ച് ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യും, ക്ലോസും ഓപ്പണും ആവും. ഉണ്ടോ? ഇപ്പോൾ നമുക്കിവിടെ അടുത്തുനിന്ന് കാണാൻ കഴിയും. ഇതിങ്ങനെ ക്ലോസ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇവിടുത്തെ വയർ കട്ടാവും. വയർ കട്ടാവുമ്പോൾ നമുക്ക് ആ മോട്ടറിലോട്ടുള്ള കണക്ഷൻ അവിടെ നിന്ന് പോകും. അപ്പോൾ മോട്ടറിലോട്ടുള്ള കണക്ഷൻ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു ബ്രേക്കിംഗ് കൂടെ ഉണ്ട്. നമ്മുടെ ആ ഒരു സ്പിന്നർ മോട്ടറിലോട്ട് ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ടാവും. അതൊരു സ്പ്രിങ്ങുമായി. ഇപ്പോൾ നമ്മൾ ഡോർ സ്വിച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ സ്പ്രിങ് വലിഞ്ഞിട്ട് നമ്മുടെ സ്പിന്നർ മോട്ടർ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. അപ്പോൾ നമ്മൾ ഡോർ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ വയർ കട്ടാവും. ഈ ഒരു ലിഡ് സ്വിച്ച് അവിടെ ഓപ്പൺ ആവും. ലിഡ് സ്വിച്ച് ഓപ്പൺ ആകുമ്പോൾ കണക്ഷൻ ലോസ് ആവും. കണക്ഷൻ ലോസ് ആകുമ്പോൾ മോട്ടർ എന്ത് ചെയ്യും, മോട്ടറിൻ്റെ ഫാസ്റ്റ് കുറയും. മോട്ടറിൻ്റെ ഫാസ്റ്റ് കുറയുമ്പോൾ ആ മോട്ടറിനെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് കൊടുക്കും. ആ ബ്രേക്ക് കൊടുക്കുന്നത് ഈ സ്റ്റിങ് വഴിയാണ്. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്റ്റിങ് വലിഞ്ഞിട്ട് ആ ഒരു നമ്മുടെ സ്പിന്നർ മോട്ടറിൻ്റെ ടോപ്പിൽ ഒരു ബ്രേക്ക് കൊടുത്തിട്ട് അപ്പോൾ എന്ത് ചെയ്യും, സ്പിന്നർ മോട്ടർ സ്റ്റോപ്പ് ആവും. കാരണം ഇത് 1300-1400 RPM-ലാണ് ഈ ഒരു മോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കംപ്ലയിൻറ്റ് ഉള്ള ആളുകൾ, ഇപ്പോൾ നമ്മൾ സ്പിന്നറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും സ്പിന്നർ വീണ്ടും കറങ്ങുന്നുണ്ട്, സ്റ്റോപ്പ് ആവുന്നില്ല. അപ്പോൾ അത്തരം കേസിൽ ഈ ഒരു പാർട്ടിൽ നമ്മൾ കുറേ ഹോൾസ് കാണാൻ പറ്റും. ആ ഹോൾസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റിങ്ങിൻ്റെ ടൈറ്റ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്റ്റിങ് വലിച്ചിട്ട് അതിൻ്റെ കുറേ ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസ് മാറ്റിയിട്ടാൽ മതി. ഇനി വാഷറിൽ വരുന്ന മറ്റൊരു കംപ്ലയിൻറ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ട്
നമ്മൾ ടൈമർ ഓൺ ആക്കുന്ന സമയത്ത് വാഷർ എന്ത് ചെയ്യുന്നുണ്ട്, വാഷ് മോട്ടറും തിരിയുന്നുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ പൾസേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ബാക്ക്വേർഡൊക്കെ തിരിയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഡ്രസ്സൊക്കെ കൊടുന്ന് ഇതിലിടുന്ന സമയത്ത്, ലോഡ് കൂടുന്ന സമയത്ത് ഈ പറഞ്ഞ നമ്മുടെ ഈ പൾസേറ്റർ തിരിയാണ്ട് നമ്മുടെ മോട്ടർ തിരിയാണ്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അത്തരം കേസിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു ഭാഗം കൂടെ ഉണ്ട്. നമ്മുടെ ഈ പറഞ്ഞ വാഷ് ഡ്രമ്മിൻ്റെ താഴെയുള്ള ഗിയർ ബോക്സിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബെൽറ്റ് ഉണ്ട്. ഗിയർ ബോക്സിൽ നിന്ന് നമ്മുടെ ഈ പറഞ്ഞ വാഷ് മോട്ടറിലോട്ട് കണക്ട് ചെയ്ത ബെൽറ്റ്. അപ്പോൾ ആ ബെൽറ്റ് ലൂസാകുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരാറ്. ബെൽറ്റ് ലൂസാകുമ്പോൾ മോട്ടർ കറങ്ങുന്നുണ്ടാവും, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും, പക്ഷേ ഈ പറഞ്ഞ ഇത് തിരിയുന്നുണ്ടാവില്ല. ഈ ഗിയർ ബോക്സ് തിരിയില്ല ലോഡ് കൂടുന്ന സമയത്ത്. അത് ഈ ബെൽറ്റ് ലൂസായത് കൊണ്ടാണ്. അപ്പോൾ ബെൽറ്റ് ലൂസാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബെൽറ്റ് മാറ്റിയിടാൻ പറ്റും. ഇപ്പോൾ നേരത്തെ നമ്മൾ വാട്ടർ ലീക്കേജ് പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഒരു വാട്ടർ വാൽവ് റബ്ബർ സീൽ കാണിച്ചു തന്നു, അതെങ്ങനെ മാറ്റിയിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടിപ്പ് ഭാഗം ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമറിൻ്റെ ഈ ഒരു പാനൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആ ഒരു സെറ്റ് നിങ്ങൾക്ക് മാറ്റിയിടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ത്രെഡ് മാറ്റണമെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ സ്പിൻ ടൈമർ എങ്ങനെ കംപ്ലയിൻറ്റ് വരും നോക്കാം. സ്പിൻ ടൈമർ തിരിക്കുന്ന സമയത്ത് അത് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും, തിരിയാണ്ട്. ഇപ്പോൾ ഒരു സൗണ്ടൊന്നും ഉള്ളിൽ നിന്ന് കേൾക്കില്ല. സാധാരണ നോർമൽ വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു സ്പിൻ ടൈമർ നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് പൊസിഷനിലോട്ട് തന്നെ വന്ന് നിൽക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഓഫ് പൊസിഷനിലോട്ട് വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ഒരു ഗിയറിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഗിയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഗിയേഴ്സ് തിരിയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൽ നമുക്ക് സ്പിൻ ടൈമറിന് ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ സ്പിൻ ടൈമർ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ വാഷ് ടൈമർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, വാഷ് ടൈമറാണ് നമ്മുടെ വാഷ് മോട്ടറിനെ ഫോർവേഡും ബാക്ക്വേർഡും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ വാഷ് ടൈമർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വാഷ് മോട്ടർ ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് കറങ്ങും. അപ്പോൾ കുറേ പേര് പറയുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വാഷ് മോട്ടർ ഒരു സൈഡിലോട്ട് മാത്രമേ കറങ്ങുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ വാഷ് ടൈമർ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ്. ഈ കംപ്ലയിൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ മോട്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ പറയാം. ഇനി നമുക്ക് മോട്ടറിനെ കുറിച്ച് പഠിക്കാം. നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. ഇപ്പോൾ സ്പിൻ മോട്ടർ ആയാലും വാഷ് മോട്ടർ ആയാലും രണ്ടും സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. ഇപ്പോൾ ഈ ഒരു മോട്ടറിൻ്റെ വൈൻഡിങ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ 3 വയർ നമുക്ക് കാണാൻ കഴിയും. 3 വയർ എന്ന് പറയുന്നത് ഒന്ന് ഓക്സിലറി വൈൻഡിങ്ങിൽ നിന്നുള്ളതാണ്. അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്സിലറി വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ വൈൻഡിങ് ആണ്. പിന്നെ ഒരു കപ്പാസിറ്ററും കാണാൻ കഴിയും. ഇപ്പോൾ ഈ കപ്പാസിറ്റർ 4 ലെഗ് ഉണ്ടാവും. അതിൽ 2 ലെഗ് നമ്മുടെ സ്പിൻ മോട്ടറിനും 2 ലെഗ് വാഷ് മോട്ടറിനും ആയിരിക്കും കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്പിൻ മോട്ടറെ പോലെ തന്നെ വാഷ് മോട്ടറും ഇവിടെയും എന്തുണ്ട് 3 വൈൻഡിങ് വയർ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഈ കപ്പാസിറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് 4 ടെർമിനൽസ് ഉണ്ടാവും. അതിൽ 2 ടെർമിനൽസ് സ്പിൻ മോട്ടറിനാണ് കണക്ട് ചെയ്യേണ്ടത്, 2 ടെർമിനൽസ് വാഷ് മോട്ടറിനാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ആ ഒരു ബോഡിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓരോ കളർ വെച്ചിട്ടാണ് ഇതിൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ റെഡും ഗ്രീനും ഇന്ന സ്പിൻ മോട്ടറിന് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ പർപ്പിളും ബ്ലൂവും വാഷ് മോട്ടറിന് കണക്ട് ചെയ്യണം എന്നുള്ളത് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വയറുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കംപ്ലയിൻറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഇപ്പോൾ വാഷർ മോട്ടർ സപ്ലൈ എടുക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ തിരിയുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്തരം കേസിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഫോർവേഡ് തിരിച്ചു കൊടുക്കുമ്പോൾ ബാക്ക്വേർഡ് തിരിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ തിരിയുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് അർത്ഥം എന്താ വെച്ചാൽ ആ മോട്ടർ സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ട് ആവാത്ത കേസിൽ നമുക്ക് കപ്പാസിറ്റർ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓക്സിലറി വൈൻഡിങ് ആയിരിക്കും പോയിണ്ടാവുക. അപ്പോൾ മോട്ടറും കൂടെ ചെക്ക് ചെയ്യാം അത്തരം കേസിൽ. നമുക്ക് സ്പിന്നറിൽ വരുന്ന ഇഷ്യൂസ് എന്തൊക്കെ നോക്കാം. സ്പിന്നറിൻ്റെ കാണുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സ്പിൻ ഡ്രം സ്റ്റക്കായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വെറുതെ ഈ ഒരു സ്പിൻ ഡ്രം വെറുതെ തിരിച്ചു നോക്കുക. തിരിക്കുമ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ നോക്കണം. ഇപ്പോൾ ഫ്രീ ആയിട്ട് കറങ്ങുന്നില്ലെങ്കിൽ, ശരിക്ക് ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ അത് ഫ്രീ ആയിട്ട് കറങ്ങണം, ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. ഇപ്പോൾ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ആവാണ്ട് ജാമായിട്ട് കിടക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ചെറിയ ഫോഴ്സ് കൊടുത്ത് നമുക്ക് ഈ ഒരു സ്പിൻ ഡ്രമ്മിനെ മെല്ലെ തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഫ്രീ ആക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ അത് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. ഇപ്പോൾ നമ്മുടെ ഈ സ്പിൻ ഡ്രം എന്തുകൊണ്ടാണ് ഞാൻ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സ്പിൻ ഡ്രമ്മിൻ്റെ താഴെയായിട്ട് ഒരു ബഫർ സീൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ബഫർ സീലിൻ്റെ അകത്ത് നമ്മുടെ ഒരു ബുഷ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബുഷും നമ്മുടെ ഷാഫ്റ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ കോണ്ടാക്റ്റ് സ്മൂത്ത് ആവാത്തത് കൊണ്ടാണ്, സ്റ്റക്കായി നിൽക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഡ്രം സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ബഫർ സീൽ കംപ്ലയിൻ്റ് ആവുന്ന സമയത്ത് നമ്മുടെ സ്പിൻ ഡ്രമ്മിൻ്റെ അകത്തുള്ള വെള്ളം എന്ത് ചെയ്യും, പുറത്തോട്ട് ലീക്കായിട്ട് ഈ മോട്ടറിലോട്ട് വന്ന് വീഴും. അങ്ങനെ ഈ മോട്ടർ ഷോർട്ടായിട്ട് നമ്മുടെ മോട്ടർ ഡാമേജ് ആയിട്ട് പോകും. അപ്പോൾ ഈ സ്പിൻ ഡ്രം ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എപ്പോഴും നിങ്ങൾ. അങ്ങനെ ലീക്ക് ഉണ്ടെങ്കിൽ ബഫർ സീൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം.
ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് മോട്ടറിൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മോട്ടറിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കപ്പാസിറ്ററിൽ കംപ്ലയിൻറ്റ്, കപ്പാസിറ്റർ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും, മോട്ടർ എങ്ങനെ വൈൻഡിങ് ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരുപാട് വീഡിയോകളിലായിട്ട് ഞാൻ മുന്നേ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മോട്ടർ കംപ്ലയിൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഒരു വേറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.